ഓക്കെ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. റോ മെറ്റീരിയൽസ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, ദെൻ ഹൗ ഡസ് ദ പ്ലാന്റ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? സോ ദാറ്റ് വാസ് എ ടോപ്പിക് വിച്ച് വാസ് ടേക്കൺ ദ ലാസ്റ്റ് ഡേ, പ്രീവിയസ് ഡേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ റോ മെറ്റീരിയൽസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്കിത് നോക്കണ്ടേ? ലാസ്റ്റ് ഡേയ്സ് ഹോംവർക്കാണ്. ഫോം ഡെഫിനിഷൻസ് ഫോർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഫോട്ടോസിന്തസിസ്. നമുക്കിതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇസ് എ ഫിനോമിനൻ in which the sunlight is trapped by some gases in the Earth's atmosphere and released as heat. It maintains average temperature. Okay, എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്? Here the sunlight that is trapped by some gases like carbon dioxide, then water, argon, etc. Okay, these gases are present in the Earth's atmosphere. Then, just after absorbing the light energy, these gases, they release it as heat energy. And this heat released by the greenhouse gases maintains the average temperature around the Earth. Okay, so that is greenhouse effect. Then, the second one, definition for global warming. Global warming is a process by which the temperature of the earth increases gradually. മെല്ലെ മെല്ലെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത് അല്ലേ? ഇനി അടുത്തത് ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? is a process of synthesis of carbohydrates by using carbon dioxide and water in the presence of sunlight and chlorophyll. ഓക്കെ, ഇപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡ് എന്താണ്? ഏത് ന്യൂട്രിയൻ്റ് ആണ്? ദേ ആർ പ്രിപ്പയറിങ് കാർബോഹൈഡ്രേറ്റ്സ്, എസ്പെഷ്യലി ഗ്ലൂക്കോസ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്ന ഒന്നാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഇതുവരെ ക്ലിയർ അല്ലായിരിക്കും. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. അതിനു മുന്നേ നമുക്ക് ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ്. ഫുഡ് മീൻസ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ദറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഓക്കെ, ദിസ് ഇസ് ഗ്ലൂക്കോസ്, C6H12O6. Okay, by using which are the raw materials? Raw materials like water, then carbon dioxide in the presence of sunlight, chlorophyll molecules. Okay, then just after forming the glucose, they releases a gas, which is it? Oxygen. So this is very important. Okay, they releases the fresh air, fresh oxygen to the atmosphere. And which is a food factory in a plant? Which part of the plant prepares the food? As we know, that is the leaf. ഓക്കെ, ഇലകളാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ്? ഇലകളിൽ വെച്ചാണ് അല്ലേ? ഇപ്പോൾ ഫുഡ് ഫാക്ടറീസ് എന്ന് പറയുന്നത് എന്താണ്? ഇലകളാണ്. ദേ യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് പ്രൊഡ്യൂസസ് food. Food means here that is glucose, then oxygen അല്ലേ? ആഹാരം പാകം ചെയ്യുന്നു. അതുണ്ടാക്കുന്ന ആഹാരം ഏത് രൂപത്തിലാണ്? ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിലാണ്. ആ കാർബോഹൈഡ്രേറ്റിൻ്റെ പേരെന്താണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലായല്ലോ. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ സൺലൈറ്റ്, ക്ലോറോഫിൽ. ഈ 4 ഫാക്ടേഴ്സും വേണം, 4 ഘടകങ്ങളും വേണം ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ. സോ this is a question given in your textbook. List out the factors other than carbon dioxide that are required for photosynthesis. Okay, അപ്പം നമ്മൾ ആ ഒരു
ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാതെ പ്ലാന്റ്സിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ മിനറൽസും സോൾട്സും വേണം, ചില മിനറൽസ് വേണം. ദെൻ വാട്ടർ, ദെൻ chlorophyll, sunlight. Okay, so photosynthesis takes place by using carbon dioxide, water, minerals and salts. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം പോലെയുള്ളതാണ്. മഗ്നീഷ്യം, നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെയാണ് പ്രധാനപ്പെട്ട മിനറൽസ്. അപ്പം അതൊക്കെയാണ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് കൂടാതെ ഏതിൻ്റെയൊക്കെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്? ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ പ്രസൻസിലാണ് നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ? ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം. ഓക്കെ ഓക്കെ അതിന് മുന്നേ ഇൻ പേജ് നമ്പർ 8 there is a doubt asked by a girl. Why is the upper part of leaf greener than the lower part? എപ്പോഴും നമ്മൾ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇലകളുടെ മുകൾ ഭാഗം ഉണ്ടാവുമല്ലോ, ആ മുകൾ ഭാഗമാണ് എന്തായിട്ടുണ്ടാവുക? നല്ല ഗ്രീൻ കളർ ഉണ്ടാവുക. താഴെ ഭാഗത്ത് അത്രത്തോളം ഗ്രീൻ കളർ കാണാൻ പറ്റില്ല. അതാണ് ആ കുട്ടിയുടെ സംശയം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അത്. എന്തുകൊണ്ടാണ് മുകൾ ഭാഗത്ത് ഇത്രയും ഗ്രീൻ കളർ, എന്തുകൊണ്ടാണ് താഴെ അത്രത്തോളം ഇല്ലാത്തത്? എന്തായിരിക്കും കാരണം? റീസൺ വേറൊന്നുമല്ല. എന്താണ്? അപ്പർ പാർട്ട് ഓഫ് ദി ലീഫ് കണ്ടെയ്ൻസ്, ആരാ ഗ്രീൻ കളർ കൊടുക്കുന്നത്? ക്ലോറോഫിൽ അല്ലേ? ക്ലോറോഫിൽ ദാൻ ലോവർ സൈഡ്. ഒരു ചെടിയുടെ മുകൾ ഭാഗത്ത്, ഇലയുടെ മുകൾ ഭാഗത്ത് ഇതാ കണ്ടോ, ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്ലോറോഫിൽസ് ഉള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒരുപാട് ക്ലോറോഫിൽസ് ഉണ്ട്. ഇത് സെൽസ് ആണേ കാണിക്കുന്നത്. അപ്പം ഈ ഓരോ സെല്ലും ഗ്രീൻ കളർ കണ്ടോ? ഇതല്ല, ഇത് റെഡ് കളർ സെൽ. ഞാൻ പറയുന്നത് ഈ ഗ്രീൻ കളർ സെൽസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഗ്രീൻ കളർ സെൽസ്, അതിൻ്റെ ഗ്രീൻ കളർ എങ്ങനെ വന്നു? അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു പിഗ്മെൻ്റ് ഉണ്ട് അല്ലേ? പിഗ്മെൻ്റ് എന്താണെന്ന് അറിയാലോ? പിഗ്മെൻ്റ് എന്ന് വെച്ചാൽ എനി സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഗിവിങ് കളർ, ദാറ്റ് ഇസ് പിഗ്മെൻ്റ്. Okay, so here the cells of a leaf are green in color. Okay, most of the cells are green in color, and this is because of the presence of what? The pigment chlorophyll. ഇപ്പോൾ ക്ലോറോഫിൽ ഒരു പിഗ്മെൻ്റ് ആണ് കേട്ടോ. പിഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ? കളർ കൊടുക്കുന്നത്. ഏത് കളറാണ് കൊടുക്കുക? ഗ്രീൻ കളർ അല്ലേ? അപ്പോൾ ആ സെൽസിനൊക്കെ ഗ്രീൻ കളർ കിട്ടുമ്പം വി നോ ദ സെൽസ് ഫോംസ് എ ബോഡി പാർട്ട് ഓർ ആൻ ഓർഗൻ. അപ്പോൾ സെൽസിനൊക്കെ എല്ലാം ഭൂരിഭാഗവും ഗ്രീൻ കളർ സെൽസ് ആണെങ്കിൽ ആ ലീഫ് എന്തായിരിക്കും? ലീഫിലുള്ള സെൽസ് അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലീഫ് എന്തായിരിക്കും? അത് ഗ്രീൻ കളറായിരിക്കും. ഇനി അതിൽ തന്നെ എവിടെയാണ് ഗ്രീൻ കളർ കൂടുതൽ ഉണ്ടാവുന്നത്? ഓൺ ദി അപ്പർ പാർട്ട് ഓർ ലോവർ പാർട്ട്? ഓൺ ദി upper part. Why? Because more number of chlorophylls are present on the upper parts. Okay, മുകളിൽ ഏറ്റവും കൂടുതൽ ക്ലോറോഫിൽ ഉള്ളത്. റീസൺ മനസ്സിലായല്ലോ? കുട്ടിയുടെ ഡൗട്ട് ക്ലിയർ ആയില്ലേ അല്ലേ? ഇനി നമ്മൾ പോവുകയാണേ, നമ്മളൊരു സെല്ലിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഒരു സെല്ലിനെ, ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോകണം. ഓക്കെ, അപ്പം അതിന് മുന്നേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്ഷൻ ഓഫ് ലീഫ്, ഒരു ലീഫിൻ്റെ സെക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു ലീഫിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് എടുക്കുക? അതിനെ കട്ട് ചെയ്തെടുക്കും. ഒരു ചെറിയൊരു പീസ് എടുക്കും, തിൻ പീസ്. നേരത്തെ ഒരു പീസ് എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയാൽ നമുക്കിതുപോലെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത് ശരിക്കും പ്രിപ്പയർ ചെയ്ത ഒന്നാണ്, ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത ലീഫിൻ്റെ സെക്ഷനാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെഡ് കളറിൽ കുറേ സെൽസ് കാണാം. അതുകൂടാതെ ഇതാ ഇവിടെ കണ്ടോ, ഇത് ഗ്രീൻ കളർ സെൽസ് ആണ്. ഈ ഗ്രീൻ കളർ സെൽസ് എന്താണ്? ദേ ആർ മീസോഫിൽ സെൽസ്. വിച്ച് കൈൻഡ് ഓഫ് സെൽസ് ആർ ദേ? മീസോഫിൽ സെൽസ്. ഓക്കെ, വൈ ഡു ദേ ആർ ഗ്രീൻ കളർ? എന്തുകൊണ്ടാണ് അവർ ഗ്രീൻ കളർ ആയത്? ബിക്കോസ് ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ. ദാറ്റ്സ് എ റീസൺ. നല്ല കോമ്പിനേഷൻ അല്ലേ? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്
മീസോഫിൽ എന്ന് പറയുന്ന സെൽസിലാണ് ഉണ്ടാവുക. ഓക്കെ, പ്ലാന്റ്സിൻ്റെ ലീഫ് എടുത്തു കഴിഞ്ഞാൽ ആ ലീഫിൽ മീസോഫിൽ സെൽസിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. അപ്പോൾ മീസോഫിൽ സെൽസിൻ്റെ കളർ എന്താ? ഗ്രീൻ കളർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഏത് ബോഡി പാർട്ട് എടുത്താൽ അതിന് ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ. ഈ ഒരു ബൗണ്ടറിയിലും കാണുന്നതും സെൽസാണ്. ഓക്കെ, ഈ ഒരു ബൗണ്ടറിയിൽ കാണുന്നതും സെൽസാണ്. ഈ ബൗണ്ടറീൻ്റെ പേരെന്താണ്? എപ്പിഡെർമിസ്. നമ്മുടെ സ്കിൻ പോലെ ലീഫിനും സ്റ്റെമ്മിനും അങ്ങനെ പ്ലാന്റിൻ്റെ പാർട്സിനുണ്ടാവുന്ന സ്കിന്നാണ് ശരിക്കും എപ്പിഡെർമിസ്. ഇസ് ഇറ്റ് ക്ലിയർ? In this figure that will be very clear. Okay, this layer of cells, the single layer of cells കാണുന്നില്ലേ? ഒറ്റൊരു റോയല്ലേ ഉള്ളൂ അല്ലേ? ഈ ഒരു നിര ഈ ഒരു നിര എന്തായിട്ടാണ് മാറുന്നത്? എപ്പിഡെർമിസ് ആയിട്ടാണ്. ഓക്കെ, എപ്പിഡെർമിസിന് രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ, താഴെയും മുകളിലും ഉണ്ട്. ഇത് അപ്പർ എപ്പിഡെർമിസ് ആണ്, ഇത് ലോവർ എപ്പിഡെർമിസ് ആണ്. നമ്മളിതെങ്ങനെയാണെന്നറിയോ? ആ ലീഫിൻ്റെ തിക്നെസ്സിൽ കട്ട് ചെയ്യണം. ഒരു ലീഫ് കട്ട് ചെയ്താൽ അത് എത്രത്തോളം തിക്കാണ് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? എത്രത്തോളം തിക്കാണ് ആ ലീഫിൻ്റെ തിക്നെസ്, അത്രയും സൈസ് ഇതിനുള്ളൂ, ഈ ഒരു ഭാഗത്തിനുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ആ ലീഫിൻ്റെ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്? ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗമാണ് നമ്മളിങ്ങനെ കാണുന്നത്. മനസ്സിലായോ? എവിടെ നിന്നാണോ കട്ട് ചെയ്തത് ആ കട്ട് ചെയ്ത ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ അപ്പർ എപ്പിഡെർമിസ്, lower epidermis, and many cells, green colored cells. These are mesophyll cells, and these cells are rich in chlorophylls. Okay, ഇനി ഇവിടെ നിങ്ങൾക്ക് വേറൊരു പിങ്ക് ഒരു റെഡ് കളറിൽ കുറേ സെൽസ് കാണാം. ഇവിടെ അതുപോലെ കാണാം. കണ്ടോ? ഇത് റെഡ് കളറിൽ കാണുന്ന ഒരു സെൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. ഇത് ശരിക്കും എന്താണ്? പൈപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സാണ്. ഇതിൽ ഓരോ ബബിൾസ് പോലെ കാണുന്നത് ഇതാ ഇവിടെയും ഓരോ ബബിൾസായിട്ട് കാണുന്നത് ശരിക്കും കണ്ടിന്യൂസ് പൈപ്സ് ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൈലം ആൻഡ് ഫ്ലോയം, അതാണ് അവിടെ കാണുന്നത്. ആൻഡ് വി നോ ദാറ്റ് സൈലം ആൻഡ് ഫ്ലോയം ആർ വാസ്കുലാർ ടിഷ്യൂസ്. ഇൻ 8th standard you have learned about vascular tissues. So these are those vascular tissues, xylem and phloem. Okay, clear? Then can you see any other thing? ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഇവിടെ കാണുന്നുണ്ടോ? യെസ്, ഇവിടെ എന്താ ഉള്ളത്? സ്റ്റൊമാറ്റ. എവിടെയാണ് സ്റ്റൊമാറ്റ ഉള്ളത്? ഓൺ ദ അപ്പർ ഓർ ലോവർ എപ്പിഡെർമിസ്. ഓൺ ദി ലോവർ എപ്പിഡെർമിസ് യു ക്യാൻ സീ എ സ്റ്റൊമാറ്റ. ഓക്കെ, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാപ്പാണല്ലേ, ഒരു ഗ്യാപ്പാണ്, ഒരു ഹോളാണല്ലേ. ആ ഹോള് വഴിയാണ് ആര് കയറുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഈസ് എ റോ മെറ്റീരിയൽ ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് കയറുന്നതും ഉള്ളിലേക്ക് കയറിയിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് മീസോഫിൽ സെൽസിൻ്റെ ഉള്ളിലേക്ക് പോവും. അവിടെ വെച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തും. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസ് നടത്തിയ ശേഷം ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് ഔട്ട്. അതിൽ കുറച്ച് ഓക്സിജൻ ആ പ്ലാന്റ് ബ്രീത്ത് ചെയ്യാൻ യൂസ് ചെയ്യും, റെസ്പിറേഷൻ ചെയ്യാൻ. ബാക്കി ഓക്സിജൻ അതെന്ത് ചെയ്യും? റിലീസ്ഡ്. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ ഓക്സിജൻ ദാറ്റ് ഈസ് റിലീസ്ഡ് ത്രൂ stomata. What are stomata? They are the minute pores. ഓക്കെ, നേരത്തെ പോർസ് ആണ്, ചെറിയ ഹോൾസ് ആണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ലീഫിൻ്റെ സർഫസിലാണ് ഈ പോർസ് ഉണ്ടാവുക. കൂടുതലും കാണുന്നത് ലോവർ സർഫസിലാണ്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ താഴെ? വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് റെഗുലേറ്റ് ദി ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? The last class, the previous class, we discussed about it. ഓക്സിജൻ്റെ ലെവൽ കൂട്ടുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് ഏത് പ്രോസസ്സാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ദി ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ലീഫ് എന്ന് പറയുന്നത് ഫുഡ് ഫാക്ടറീസ് ആണ്. ഇപ്പം നമുക്കറിയണം ലീഫിൽ എവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. അതറിയാൻ നമ്മൾ ലീഫിൻ്റെ ഒരു പീസ് എടുത്തു, കട്ട് ചെയ്തെടുത്തു, അതാണ് സെക്ഷൻ.
കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പർ എപ്പിഡോമിസ് ഉണ്ട്, ലോവർ എപ്പിഡോമിസ് ഉണ്ട്. ലോവർ എപ്പിഡോമിസിൽ സ്റ്റൊമാറ്റ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരുപാട് മീസോഫിൽ സെൽസിനെ കാണാൻ പറ്റി. മീസോഫിൽ സെൽസിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവരാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, മീസോഫിൽ സെൽസ്. അതുകൂടാതെ ഇവിടെ വാസ്കുലാർ ടിഷ്യൂ കണ്ടു, സൈലം കണ്ടു, ചുറ്റുമുള്ള ഫ്ലോയം കണ്ടു. ക്ലിയർ? ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് ദ ലീവ് ഹാഡ് മോർ ഗ്രീൻ കളർ? ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ കളർ ഉള്ളത്? അപ്പർ എപ്പിഡോമിസിൽ. കാണുന്നുണ്ടോ? ഇവിടെ മീസോഫിൽ സെൽസ് ഏറ്റവും കൂടുതൽ എവിടെയുള്ളത്? ഇവിടെയല്ലേ? ഇവിടെയല്ലേ നന്നായിട്ട് തിക്കായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്? ടൈറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ? ഇവിടെയോ ലൂസ്ലി ഫിൽഡ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മീസോഫിൽ സെൽസ് മാത്രം കാണാൻ പറ്റും. ഓക്കെ, അപ്പം മീസോഫിൽ സെൽസിലാണ് ക്ലോറോഫിൽസ് ഉള്ളത്. മീസോഫിൽ സെൽസിനാണ് ഗ്രീൻ കളർ ഉള്ളത്. അപ്പം മീസോഫിൽ സെൽസ് എവിടെയാണോ കൂടുതൽ കാണുന്നത്, ദാറ്റ് പാർട്ട് ഇസ് ഗ്രീൻ ഇൻ കളർ. ദാറ്റ് മീൻസ് അപ്പർ എപ്പിഡമിസ്. അപ്പർ എപ്പിഡമിസ് എന്ന് വെച്ചാൽ ഇലയുടെ മുകൾ ഭാഗം. മനസ്സിലായോ? ഓക്കെ, സോ വിച്ച് പാർട്ട് ഓഫ് ദ ലീഫ് ഹാഡ് മോർ ഗ്രീൻ കളർ? അപ്പർ എപ്പിഡമിസ്. ഇനി നെയിം ദ സെൽസ് വിച്ച് അപ്പിയർഡ് ഇൻ ഗ്രീൻ കളർ. ഏത് സെൽസ് ആണ്? മീസോഫിൽ സെൽസ്. ദെൻ ഈസ് ക്ലോറോഫിൽ പ്രസൻറ്റ് ഇൻ എപ്പിഡേമൽ സെൽസ്? ഏതാ എപ്പിഡേമൽ സെൽസ് എന്ന് പറയുന്നത്? ഇതാണ്. ഇവിടെ ക്ലോറോഫിൽ ഉണ്ടോ? ഈ ഒരു ലെയർ, അതുപോലെ ഈ ഒരു ലെയർ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നേർത്ത ലൈനിങ്, അവിടെ ക്ലോറോഫിൽ ഉണ്ടാവുമോ? ഇവിടെ നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കാം അല്ലേ? ഫസ്റ്റ് ലെയർ അത് എപ്പിഡേമിസിൻ്റെ സെൽസ് ആണ്. പിന്നെ കാണുന്നത് മുഴുവൻ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത് മീസോഫിൽസ്. അപ്പോൾ എപ്പിഡേമിസിൻ്റെ ഉള്ളിൽ, അതിലുള്ള എപ്പിഡേമൽ സെൽസിൻ്റെ ഉള്ളിൽ ക്ലോറോഫിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതും എന്ത് കളറിലാണ് ഇവിടെ കാണേണ്ടത്? ഗ്രീൻ കളർ. സോ നോ. ഓക്കെ, ഈസ് ക്ലോറോഫിൽ പ്രസൻറ്റ് ഇൻ ദ എപ്പിഡേമൽ സെൽസ്? നോ. ദെൻ വെർ ആർ ദ സ്റ്റൊമാറ്റ പ്രസൻറ്റ്? എവിടെയാണ് സ്റ്റൊമാറ്റ കാണുന്നത്? അപ്പർ എപ്പിഡമിസിലാണോ ലോവർ എപ്പിഡമിസിലാണോ? ഓൺ ദി ലോവർ എപ്പിഡമിസ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയില്ലേ എന്തുകൊണ്ടാണ് ലീഫിൻ്റെ അപ്പർ പാർട്ടിൽ ഗ്രീൻ കളർ കൂടുതലുള്ളതെന്ന്? എന്തുകൊണ്ട്? അവിടെയാണ് ക്ലോറോഫിൽസ് ഉള്ള മീസോഫിൽ സെൽസ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. Okay, is it clear? Okay, so first of all we have taken a leaf, then we have made a section of leaf. Mesophyll cells are there. Okay, these are the plant cells that we have learned in 8th standard. നമ്മൾ പ്ലാന്റ് സെൽ എന്ന് പഠിച്ചിട്ടില്ലേ 8th? ആ സെല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്ന സെല്ലിനെയാണ് നമ്മളവിടെ കാണിച്ചത്. ആ സെല്ല് ഏത് സെല്ലാണ്? മീസോഫിൽ സെൽസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെല്ലിൽ കുറേ ഓർഗനൽസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ദെൻ ക്ലോറോപ്ലാസ്റ്റ്, ദെൻ ഗോൾജി കോംപ്ലെക്സ്, ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂൾ. അങ്ങനെ ഒരുപാട് ഓർഗനൽസ് ഉണ്ടല്ലേ? അതിലേതാണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്? Chloroplast. This is a cell organelle. Okay, and this lies in the cytoplasm. There are many chloroplasts in the cytoplasm of a plant cell. ഇവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു പ്ലാന്റ് സെൽ അല്ലേ? അപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ടോ ബ്ലൂ കളർ ലൈനിങ് കണ്ടോ? നല്ല ക്ലിയർ ആയിട്ട് നോക്കിയേ നിങ്ങൾക്ക്. അല്ല, ബ്ലൂ കളറല്ല, ഗ്രീൻ കളർ ലൈനിങ് കാണുന്നുണ്ടോ? ഓക്കെ, ഇത് ഓരോന്നും ഈ ലൈനിങ് ആയിട്ട് കാണുന്നത് കണ്ടിന്യൂസ്, നമുക്കൊരു കണ്ടിന്യൂറ്റി തോന്നുന്നുണ്ടോ കേട്ടോ? ശരിക്കും ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ കുറേ ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെ ചുറ്റും കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കൊരു ഗ്രീൻ കളർ ലൈനിങ് പോലെ തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മീസോഫിൽ സെൽസ് ഹാവ് ക്ലോറോഫിൽസ് എന്ന്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ മീസോഫിൽ സെൽസിൽ എവിടെയാണ് ക്ലോറോഫിൽ ഉള്ളത്? എവിടെയാണ്? ഇൻ എ സെൽ ഓർഗനൽ.
വിച്ച് സെൽ ഓർഗനൽ ഈസ് ഇറ്റ്? ക്ലോറോപ്ലാസ്റ്റ്. ഏതാണ് ആ സെൽ ഓർഗനലിൻ്റെ പേരെന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ കോമൺ സ്ട്രക്ചർ ഫോർ എ ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പുറമേയുള്ള ഇതൊന്നും വരക്കണ്ട. ഇത് കണ്ടോ, ഈ ഒരു ഔട്ട്ലൈൻ, അത് ഡബിൾ ലൈനായിട്ട് അങ്ങ് വരക്കുക. ഡബിൾ കവറിങ് ആണ് ഇതിന്, ഒറ്റ കവറിങ് അല്ല, ഡബിൾ കവറിങ് ആണ്. അതായത് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. മനസ്സിലായോ? ഈ കാണുന്നത് ഔട്ടർ മെംബ്രെയിനാണ്, ഈ കാണുന്നത് ഇന്നർ മെംബ്രെയിൻ. അപ്പോൾ നിങ്ങളോട് എക്സാമിനേഷന് ക്ലോറോപ്ലാസ്റ്റ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും 2 ലൈൻസ് ആയിട്ട് വരക്കുക, ഒരു ഓവൽ ഷേപ്പിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ഇൻസൈഡ് ദിസ് ദർ ഇസ് എ ഫ്ലൂയിഡ്. ഓക്കെ, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഏതാണ് ആ ഫ്ലൂയിഡ് പാർട്ട്? സ്ട്രോമ. വാട്ട്സ് ഇറ്റ്? സ്ട്രോമ. ഇസ് ഇറ്റ് ക്ലിയർ? സ്ട്രോമ. ഇനി നമുക്ക് ഈ സ്ട്രോമേൻ്റെ ഉള്ളിലേക്ക് പോയാലോ? എന്താ കാണുന്നത്? സ്ട്രോമേൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇതൊരു മെംബ്രെയിനസ് സാക്കാണ്, ദ സിംഗിൾ വൺ. ഈ ഒന്നെന്താണ്? ഒരു മെംബ്രെയിനസ് സാക്കാണ്. കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് മെംബ്രെയിനസ് സാക്സ്. ഇപ്പം ഇത് ഒന്നാണ്, ഇത് വേറൊന്നാണ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് വേറൊന്നാണ്. കാണുന്നുണ്ടോ? 1 2 then 3. Okay, membranous sacs. So these membranous sacs are made as a pack. ഓക്കെ, നമ്മൾ ഈ കോയിൻസ് ഒക്കെ അടുക്കി വെച്ചതുപോലെ പാക്സ് ഓഫ് മെംബ്രെയിനസ് സാക്സ് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാക്സ് ഓഫ് കോയിൻസ്. കോയിൻസ് അടുക്കി വെക്കുന്നതിന് നമ്മൾ എന്താ പറയുക? സ്റ്റാക്സ് എന്ന് പറയുക. സ്റ്റാക്സ് ഓഫ് കോയിൻസ്. അതുപോലെയല്ലേ ഈ ഒരു സ്ട്രക്ചർ ഉള്ളത്? ഓക്കെ, സോ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റാക്ക് ഓഫ് കോയിൻസ്. ഇതിൽ ഓരോ കോയിനും ഒരു മെംബ്രെയിനസ് സാക്കാണ്. കാണുന്നുണ്ടോ? മെംബ്രെയിനസ് സാക്ക് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു സാക്ക്, ഒരു സഞ്ചി പോലെയുള്ള ഒരു സ്ട്രക്ചർ. അത് മെംബ്രെയിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേർത്തൊരു കവറിങ് ഉണ്ട്. മെംബ്രെയിൻ എന്ന് വെച്ചാൽ അതിനൊരു കവറിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെയുള്ള ഒരുപാട് സാക്സ് ഓഫ് മെംബ്രെയിനസ് സാക്സ്, സ്റ്റാക്സ് ഓഫ് മെംബ്രെയിനസ് സാക്സ്. കണ്ടോ, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അട്ടി വെച്ചത്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് ഗ്രാന. ഓക്കെ, ഈ ഗ്രാനേൻ്റെ മുകളിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽസ് ഉള്ളത്. എവിടെയാണ് ക്ലോറോഫിൽസ് ഉള്ളത്? ദി ക്ലോറോഫിൽസ് ആർ പ്രസൻറ്റ് ഓൺ വേർ? ഓൺ ദി ഗ്രാന. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ ഗ്രാനയിലാണ് ക്ലോറോഫിൽസ് ഉള്ളത്. നിങ്ങൾക്കത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഇപ്പം നോക്കുക, നമ്മൾ പറയുന്നു ലീഫിലാണ് സൺലൈറ്റ് ഫോൾ ചെയ്യുന്നത്. ലീഫ് അതിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ലീഫിലേക്ക് സൺലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ലീഫിൻ്റെ എപ്പിഡേമിസിലൂടെ കടന്ന് ആ സൺലൈറ്റ് ഈ മീസോഫിലിൽ എത്തുന്നുണ്ട്. മീസോഫിലിൻ്റെ ഉള്ളിലുള്ള ക്ലോറോപ്ലാസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ഗ്രാനയുള്ളത്. ഗ്രാനയിലെത്തുന്നുണ്ട്. ആ ഗ്രാനയിലുള്ള ക്ലോറോഫിൽസ് അതിനെ വലിച്ചെടുക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോഫിൽസ് ഓൺ ദ ഗ്രാന. ഗ്രാന, that is a pack of membranous sacs. Okay, and this grana, they are lying in a fluid named stroma. Then they are covered well with a double membrane, inner membrane and outer membrane. Double membranes കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് ഒന്ന് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്മോൾ കളേർഡ് ബോഡീസ്, കളേർഡ് ഓർഗനൽസ് in the cytoplasm of a plant cell. So it has a double membranous covering. Inside it there is a fluid filled
that is stroma. Then there are many membranous sacs arranged just like the stacks of coins. And these membranous sacs, the back of these membranous, each membranous sacs can be called as a grana. The grana contains what? Chlorophylls. Clear? And the chlorophyll traps the sunlight and convert the light energy into another form of energy, that is chemical energy. This chemical energy that is needed to do photosynthesis. Okay, so after doing photosynthesis, this energy from the sunlight, that is in the form of chemical energy, it is stored inside the glucose, the food prepared. ആ ഒരു എനർജിയാണ്, കെമിക്കൽ എനർജിയാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. Okay, so this is just an introduction for photosynthesis. In the next class, we will discuss more about in detail. നമുക്ക് ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന് എത്ര സ്റ്റെപ്സ് ഉണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇന്ന് നമ്മൾ പഠിച്ചത് റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റ് ഫാക്ടറാണ് സൺലൈറ്റ്. അതിനെ ട്രാപ്പ് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. ഇനിയും ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട്. ക്ലോറോഫിൽസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ വി വിൽ ലേൺ ദീസ് ഓൾ തിങ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നോ പറഞ്ഞത്. ഓക്കെ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾ പ്ലാന്റ്സ് ആണ്. ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അല്ല ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയറിൽ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ ലേൺ വെൽ. കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലൈവിൽ we will discuss more about these things.